നമ്മുടെ പുട്ട് മിക്സ് കേട്ടോ. എടുത്തോട്ടാ. ആദ്യം സൈറ്റാ Rashid Sultan. Iya? Rahman. Oke. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഓൾഡ് വക്ര സൂക്കിലുള്ള നമ്മുടെ ബേപ്പുകാർ തട്ടുകടയിൽക്കാണ്. ഇവിടെ വെറൈറ്റി നെയ്പ്പത്തൽ മിക്സിങ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. നെയ്പ്പത്തൽ മിക്സ് ഫുഡാണ് ഫേവറേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നേക്കാണ്, എങ്ങനെ ഉണ്ട് നോക്കാൻ. അതുപോലെ നമ്മുടെ നാടൻ തട്ടുകട എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഒന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം. പോവാം. എത്രയായിരുന്നു ഒരു വെറൈറ്റിയുടെ ആംബിയറാണ് കേട്ടോ, കണ്ടില്ലേ? വൈബാണ്, വൈബ്. പുള്ളി കയറണല്ലേ? ആ, പറയത്താ കഴിക്കേണ്ടത്. നമ്മുടെ പേര് യാസർ. യാസിർ. എവിടെ നാട്? ഞാൻ ബേപ്പൂര്. 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 ബേപ്പൂർകാരൻ തട്ടുകട. ബേപ്പൂർകാരൻ തട്ടുകട വന്നത് അങ്ങനെ പേരായിരുന്നില്ല. ഓക്കെ 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 ഓക്കെ. എത്ര കൊല്ലം ഇവിടെ മൊത്തം? ഇവിടെ ഇപ്പം നമ്മൾ 5 കൊല്ലത്തോളായി ഇവിടെ. 5 കൊല്ലം. ഓക്കെ ഓക്കെ. ബേപ്പൂർകാരൻസ് എന്നുള്ള പേര് വന്നിട്ട് ഇപ്പം ഏകദേശം വളരെ റീസെന്റ് വന്നതാണ്. നമ്മുടെ 2ാം കൊറോണ തരംഗത്തിന് ശേഷമാണ് വന്നത് തട്ടുകട വന്നിട്ട്. നല്ല നാടൻ ഫുഡുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് മെയിനായിട്ട് ഫേവറേറ്റ് ഇവിടുത്തെ? നമ്മൾ ഡിന്നർ പറയുകയാണെങ്കിൽ നമുക്ക് മിക്സ് ഐറ്റംസ്, പുട്ട് മിക്സ്, പൊറോട്ട മിക്സ്, നെയ്പ്പത്തിലി മിക്സ്, കപ്പ മിക്സ്, ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പോകുന്നത്. പിന്നെ നമുക്കൊരു സ്പെഷ്യൽ മുഴുവൻ കോഴിയുണ്ട്, ഇലയിൽ പൊതിഞ്ഞ് കെട്ടിയ മുഴുവൻ കോഴി. അത് നമുക്കിപ്പോൾ കഴിഞ്ഞു. വ്യാഴാഴ്ച നമുക്ക് തിരക്ക് പൊതുവെ നമുക്ക് വൈകുന്നേരങ്ങളിൽ. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ്? നെയ്പ്പത്തൽ മിക്സ് എന്തായാലും വേണം. നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നെയ്പ്പത്തൽ മിക്സ് ഇവിടുത്തെ ഫേവറേറ്റ് ആണ്. അപ്പോൾ നെയ്പ്പത്തൽ മിക്സും അതുപോലെ മിക്സ്, പുട്ട് മിക്സ്, ഇത് രണ്ടും വെറൈറ്റി ആണ്. പുട്ട് മിക്സ് ഓക്കെ. പുട്ട് മിക്സ്, പൊറോട്ട മിക്സ് പറഞ്ഞു. പൊറോട്ട ബീഫ് മിക്സ് കോമ്പിനേഷൻ ആണ്. പിന്നെ വേറെ എന്താണ്? പിന്നെ ഒരു കപ്പ മിക്സ് ഉണ്ട്. കപ്പ ബിരിയാണി, കപ്പ മിക്സ് എന്നെല്ലാം പറയും. കപ്പ ബിരിയാണി. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു കാര്യം, ആ 4 കൂടെ പോട്ടെ. എത്ര മിനിറ്റ് എടുക്കും? സമയമില്ല, അല്ലാണ്ട് നമുക്കൊരു 5-10 മിനിറ്റ്, 5 to 10 മിനിറ്റ്. ഫ്രഷ് ചെയ്യുന്നതാണ്. ഫ്രഷല്ല, ബീഫെല്ലാം ഫ്രഷാണ്. ഇവിടെ അത്രയും നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഓക്കെ. അപ്പോൾ നെയ്പ്പത്തൽ മിക്സാണ് മെയിനായിട്ട് ഞാൻ എൻ്റെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ബാക്കി 3 പോട്ടെ. ടോട്ടൽ 4 പോട്ടെ കേട്ടോ. ഓക്കെ. നമ്മുടെ പൊറോട്ട നെയ്പ്പത്തൽ മിക്സ് അല്ലേ? ഓക്കെ. നെയ്പ്പത്തൽ മിക്സ് ആണ്. ഇത് എന്താ നോക്കട്ടെ. ഭയങ്കര ചൂടുണ്ടല്ലോ. നമ്മുടെ പുട്ട് മിക്സ് കേട്ടോ.
അപ്പോൾ നെയ്പ്പത്തിൽ മിക്സും വന്നു, പുട്ട് മിക്സും വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പൊറോട്ട മിക്സും കപ്പ മിക്സും വരാനുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ പൊറോട്ട മിക്സും കപ്പ മിക്സും എത്തിയിട്ടുണ്ട്. കപ്പ ബിരിയാണി. അപ്പോൾ അതും കൂടി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമ്മുടെ പൊറോട്ട മിക്സ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ സെർവ് ചെയ്യുക? ഫ്രഷ് മീറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്രഷ് മീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. കപ്പ ബിരിയാണി കേട്ടോ. നമ്മുടെ നാട്ടിൽ കപ്പ ബിരിയാണിയും പറയും, കപ്പ മിക്സും പറയും. അപ്പോൾ മൊത്തം 4 ഐറ്റം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളും ഞാൻ ഒറ്റ കഴിക്കില്ല, ഞാൻ ഷിയാദാണ് കഴിക്കുന്നത്. കുറച്ച് കഴിക്കാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഇത് പറയാം. ഓക്കെ. ഫസ്റ്റ് നെയ്പ്പത്തിൽ നമ്മൾ കഴിക്കാം. നെയ്പ്പത്തിനല്ലേ വന്നത്, നെയ്പ്പത്തിൽ മിക്സിന്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നെയ്പ്പത്തിൽ മിക്സ് ഒന്ന് കഴിക്കാം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് നോക്കാൻ. അപ്പോൾ കൂടെ ഇവരുടെ മെയിൻ ഫേവറേറ്റ് ഐറ്റങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം കഴിച്ചോക്കാം. നെയ്പ്പത്തിൽ മിക്സ് കേട്ടോ. സ്റ്റാർട്ടിങ് നല്ല ഫ്രഷ് ബീഫിൽ നെയ്പ്പത്തിൽ കൊത്തിയിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നെയ്പ്പത്തിൽ മിക്സ്. നെയ്പ്പത്തിലാണ് ആദ്യം എടുത്തുള്ളത്. നോക്കട്ടെ. നമ്മുടെ നെയ്പ്പത്തിൽ നമ്മുടെ ബീഫിന്റെ മസാല ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഓവർ സ്പൈസി ഇല്ല, എന്നാ ചെറിയൊരു എരിവുണ്ട് താനും. അടിപൊളിയുണ്ട്. ബീഫ് ഫ്രഷ് ബീഫ് തന്നെ കേട്ടോ. അതിൻ്റെ ഒരു മാറ്റമുണ്ട്. അടിപൊളിയുണ്ട് കേട്ടോ. ബീഫും നെയ്പ്പത്തിനും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അല്ലേ എടുക്കുക. കഴിക്കുമ്പോൾ ആസ്വദിച്ച് തന്നെ കഴിക്കണം കേട്ടോ. അല്ലേ അതിൻ്റെ കൂടെ സബാനും കൂടി മിക്സായി വരുമ്പോഴേ ടേസ്റ്റിന് ഒന്നുകൂടി സ്വാദ് കൂടാണ്. എടുത്തോട്ടാ. ആദ്യം സൈറ്റാ. Name? Rashid Sultan. Iya? Abdurrahman. Oke. Udah subscribe ready? Okay. It's spicy? Yeah. Spicy? Yeah, spicy. Small. Good. അപ്പോൾ
അല്ല ഓവർ സ്പൈസും ഇല്ല, എന്നാൽ ചെറിയ സ്പൈസ് ഉണ്ട്, അത്രേ ഉള്ളൂ. സംഭവം നന്നായിട്ടുണ്ട് നെയ്പ്പത്തിൽ. ഞാൻ അടുത്ത് നോക്കാം. നമുക്ക് പുട്ട് ബിരിയാണി നോക്കാം. പുട്ട് മിക്സ് ഇട്ടാ لما يروحوا حلبة عزيز تعال انا احنا مكان تعال ايش هاي تعال احنا مكان العيد تعال عشان ادلك ടീസ്പൂണിന് തൽക്കാലം ഞാൻ മാറ്റി വയ്ക്കാണ് ഗൈസ്. നമ്മുടെ ഇത് പറ്റുന്നില്ല, ഞാനിത് മാറ്റി വയ്ക്കാണ്. ടീസ്പൂണ് കൈയോടെ കഴിക്കാണ്. അപ്പോഴാണ് ബീഫൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാൻ പറ്റുക. നമുക്ക് പുട്ട് മിക്സ് ആണ് ഇടുന്നത്, പുട്ട് ബിരിയാണി. അത് പുട്ട് മാത്രമായിട്ട് കഴിക്കാം. പുട്ട് ബീഫ് മിക്സ് ചെയ്യുക, കൂടെ സവോള ആണല്ലേ, സവോളയും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കാം. വേണ്ട എടുക്കുക. ഇത് ബീഫാണല്ലേ, ഇങ്ങനെ വരണം. അതാണ് ഫ്രഷ് ബീഫും ഫ്രോസൺ ബീഫും തമ്മിലുള്ള വ്യത്യാസം. കണ്ട ഇങ്ങനെ വരണം. നല്ല സ്മൂത്തി ആയിട്ടുള്ള ബീഫാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഒന്നും പറയാലോ, സംഭവം തകർത്തിട്ടാ. വേണ്ട എന്താ സ്മൂത്ത് കണ്ട ഇങ്ങനെ കിട്ടണം. എന്നിട്ട് ഇങ്ങനെ വലിയ ഉരുളാക്കിയിട്ട് നല്ല പൊളപ്പം എല്ലാം കിട്ടിയിട്ടാ. നല്ല സ്മൂത്തി ആയി കാണിച്ചാലേ നോക്കി കണ്ടാ ഇങ്ങനെ എടുക്കണം. സാറേ നല്ല പൊളപ്പം ബീഫാണ് കേട്ടോ. പുട്ട് ബിരിയാണി കുഴപ്പമില്ല, മസാല ഒക്കെ ഒരേ മസാല തന്നെ, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ടേസ്റ്റ് ഡിഫറെന്റ് ആയിട്ടുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. പിന്നെ ഇവിടെ പൊറോട്ട മിക്സ് ആണ് കേട്ടോ എടുക്കുന്നത്. കൊത്തു പൊറോട്ട അല്ല, പൊറോട്ട മിക്സ് ആണ്. കണ്ടാ കൊത്തു പൊറോട്ടയിൽ വ്യത്യാസമുണ്ട്. ജസ്റ്റ് പൊറോട്ട ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം, അതല്ല മൈനും വേണ്ടത് നമുക്ക്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൊറോട്ട ആണ് കേട്ടോ. കണ്ട കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ട നല്ല സ്മൂത്തി ആയിട്ടുള്ള പൊറോട്ടയാണ്. പൊറോട്ട ഇട്ടപ്പോഴതിനും അറിയില്ല, അലിഞ്ഞു പോയി. അപ്പൊ നന്നായിട്ട് ഇനി ബീഫിൽ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഒന്നിനൊന്ന് വെറൈറ്റി ആണ് കേട്ടോ. നെയ്പ്പത്തിൽ മാത്രം കഴിക്കാൻ വന്നത്, പക്ഷെ ഇവിടുത്തെ മെയിൻ ഫേവറേറ്റ് ആണല്ലേ. 4 ഡിഷ് അടിപൊളിയായിട്ട്. അതിൽ 3 ഇപ്പൊ കഴിച്ചു. ഇനി കപ്പ ബിരിയാണി ബാക്കിയുണ്ട്.
മസാലയുടെ ഫ്ലേവറൊക്കെ ഒരേ സെയിം ആണ് കേട്ടോ, പക്ഷെ കഴിക്കുമ്പോൾ ഡിഫറെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ബേപ്പുകാരൻസ് തട്ടുകടയുടെ മെയിൻ എന്താ പറയാ രുചി. മൂന്ന് വെറൈറ്റി രുചിയാണ്, പക്ഷെ മസാല സെയിം ആണ്, നന്നായിട്ട്. കപ്പ മിക്സിങ്, കപ്പ ബിരിയാണിയാണ് ഇനി എടുത്തുള്ളത്. രുചി മാറുന്നില്ല നടന്ന്. കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടോ കേട്ടാ. ഇതാ കപ്പ, കപ്പ മസാലയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് കപ്പ. കണ്ട അതും കപ്പയും ഉള്ളിയും കൂടി ആദ്യം മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം. അവിടെ തൃശ്ശൂരൊക്കെ പോയ തട്ടുകടയിലൊക്കെ എങ്ങനെയുണ്ട്, അതൊരു ഫീലാണ് കേട്ടോ നമ്മുടെ ഈ കപ്പ മിക്സ്. അതും ഇനി ബീഫും കൂടി വെച്ചോട്ടെ. ഒരു മിനിറ്റ്, ബീഫ് ഒന്ന് കാണിച്ചാൽ ഒന്നുകൂടി കേട്ടാ. വരുന്നുണ്ട ഫ്രഷ് ബീഫും സാധാ ഫോർസൺ ബീഫും തമ്മിലുള്ള വ്യത്യാസമാണ്. ഫ്രഷ് ബീഫ് ആകുമ്പോൾ ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് വരും. കണ്ട നാര് പോലെ വരും. കണ്ട പിന്നെ എടുത്ത എന്നാലും ബേപ്പുകാരൻ തട്ടുകട എന്നാലും മുതലായി. അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങോട്ട് മാറിക്ക അല്ല ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സ് ഫുഡ് തകർത്തുട്ടാ, അടിപൊളിയുണ്ട്. നമ്മുടെ ആ നെയ്പ്പത്തൽ മിക്സിങ്ങും അതുപോലെ കപ്പ മിക്സിങ്ങും പിന്നെ നമ്മുടെ പുട്ട് മിക്സിങ്, പൊറോട്ട മിക്സിങ് ഒന്നിനൊന്ന് മെച്ചമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആകെ നെയ്പ്പത്തൽ മിക്സിങ്ങാണ് കഴിക്കാൻ വന്നത്. എൻ്റെ കൂടെ ഈ 3 ഐറ്റം കൂടിയും വന്നപ്പോൾ ഒന്നിനൊന്ന് മെച്ചാണ്. എന്നുവെച്ചാൽ ഇപ്പോഴും നാവിന്ന് വെള്ളം ഊരി വരണേ, അടിപൊളിയാണ്. അത് പൊളപ്പം ബീഫും ഫ്രഷ് ബീഫായ കാരണം അല്ല അതിൻ്റെ എന്താ പറയുക വാക്കുകളില്ല പറയാൻ, അടിപൊളിയുണ്ട്. ഇതെന്താ പറയണ്ടത്, ബില്ലും കുറവാണ് കേട്ടോ, റേറ്റ് കുറവാണ്. എത്രയെന്നുള്ള റേറ്റ് കാണിച്ചു തരാം. കപ്പ ബിരിയാണിക്ക് 10 രൂപ ഉള്ളൂ കേട്ടോ, കപ്പ മിക്സിന്. അതുപോലെ പൊറോട്ട മിക്സിന് 10 രൂപ, 10 റിയാൽ കേട്ടോ, സോറി 10 റിയാൽ. കപ്പ മിക്സിന് 10 റിയാലുള്ളൂ, പൊറോട്ട മിക്സിനും 10 റിയാലുള്ളൂ, നെയ് പത്തിരി മിക്സിനും 10 റിയാലുള്ളൂ, പുട്ട് മിക്സിനും 10 റിയാലുള്ളൂ കേട്ടോ. ടീക്ക് 2 റിയാലാണ്, അതുപോലെ വാട്ടർ 2 റിയാൽ. ടോട്ടൽ 44 രൂപ, 44 റിയാൽ. സുലൈമാനിയും ഒരു ചായക്കും 2 റിയാലാണ്. അതുപോലെ വാട്ടറും 2 രണ്ടെണ്ണത്തിന് 1 റിയാലാണ് കേട്ടോ. 44 റിയാലാണ് ടോട്ടൽ കേട്ടോ. ഓൾഡ് വക്ര സൂക്കിൽ ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആകെ 10 റിയാലുള്ളൂ നമ്മുടെ കപ്പ മിക്സിനും അതുപോലെ നെയ്പ്പത്തിലി മിക്സിലും പിന്നെ പൊറോട്ട മിക്സിനും അതുപോലെ പുട്ട് മിക്സ് പറഞ്ഞാൽ പുട്ട് ബിരിയാണി വെച്ചാൽ ഒന്നിനൊന്നും വെച്ചാണ്, അടിപൊളിയുണ്ട് കേട്ടോ. അപ്പോൾ മറക്കണ്ട, ബേപ്പൂർക്കാരൻസ് തട്ടുകടയാണ്. അപ്പോൾ വക്രയിലുള്ളവർ മസ്റ്റായിട്ട് ഒന്ന് കയറി നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത്, കമൻറ്റ് ചെയ്യണം മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ദയവിച്ചിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് എന്നാലും നമ്മൾ ഇടുന്ന വീഡിയോസ് എത്ര മിനിറ്റും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ 7ാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ നല്ല നല്ല റെസ്റ്റോറൻറ്റുകളുണ്ടെങ്കിൽ അതുപോലെ തട്ടുകടകളുണ്ടെങ്കിൽ ദയവിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മളത് പോയിട്ട് റിവ്യൂ എടുക്കാം. ഓക്കെ, അപ്പോൾ
ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. ക്യാമറമാൻ ഷിയാദിനോടൊപ്പം ഇറ്റ്സ് മീ ആദിത്യ, സൈൻ ഓഫ്.